നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഞങ്ങൾ പോവുകയും മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടാവാത്തതിനാൽ അവിടുത്തെ PM വിത്ത് മീ എന്നൊരു സെല്ലിലേക്ക് ഞങ്ങളുടെ കംപ്ലൈൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം സെക്രട്ടേറിയറ്റ് ഓഫീസിലുള്ള സജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ പരാതി ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുകയും പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇങ്ങനൊരു അന്യായം നടക്കുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിച്ചാൽ, ഏത് രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരു ന്യായം കിട്ടും എന്നുള്ളതിന് ചെറിയൊരു ഉദാഹരണമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിലെത്തിക്കാൻ വേണ്ടി തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ DGP ഓഫീസിലേക്ക് പോയി. നമ്മൾ മുൻപ് വന്ന വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്ത് നിന്നത് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് അവെയർ ആയിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സമീപിക്കുന്ന ഓരോ ഓഫീസിൽ നിന്നും നമുക്ക് വളരെയധികം സപ്പോർട്ടീവായി തന്നെ ഉദ്യോഗസ്ഥന്മാർ അത് കണക്കിലെടുത്തു. DGP ഓഫീസിലുള്ള സ്പെഷ്യൽ വിങ്ങിലുള്ള ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ പരാതി ക്ലിയറായി ഇരുന്ന് സമാധാനത്തോടെ കേൾക്കുകയും അപ്പോൾ തന്നെ സ്പോട്ടിൽ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അതിൻ്റെ ഒരു നിലവിലെ സ്ഥിതി അന്വേഷിക്കുകയും അതിന്മേലൊരു എൻക്വയറി ആവശ്യപ്പെടുകയും കുട്ടിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഏർപ്പാട് ചെയ്തു കൊടുക്കാനും ഞങ്ങൾ കൊടുത്ത പരാതിയിൽ രാജേഷ് MS എന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അന്യായമായ ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ എൻക്വയറിക്കായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു. അവിടെ നമ്മൾ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹം സ്ഥലത്തുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എന്ത് നടപടി എടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സംഭവം നടത്തുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നു. അവിടുത്തെ CCTV ഫുട്ടേജ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ MDക്ക് ഞാനൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കുകയും തുടർന്ന് തന്നെ അവിടെയുള്ള മാനേജറെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. CCTV ഫുട്ടേജുകൾ ലഭ്യമാക്കുന്നതിൽ നിയമ തടസ്സങ്ങളൊന്നും ഇല്ലെന്നും, എന്നാൽ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റിയോട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കത് ലഭ്യമാക്കാമെന്ന് ആദ്യത്തെ ഒരു നടപടിയിൽ പറയുകയും, എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ MDയെ കാണാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് കാണാനുള്ള അനുവാദം തരാതിരിക്കുകയും പോലീസ് സ്റ്റേഷൻ വഴി ആ CCTV ഫുട്ടേജ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ CCTV ഫുട്ടേജ് കംപ്ലൈൻറ്റ് ഉള്ളതായി പറയുകയും ചെയ്തു. എന്നാൽ നിലവിലുള്ള ഞങ്ങളുടെ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ CCTV ഫുട്ടേജിനായി ഒരു കത്ത് അയക്കുകയും അവിടുത്തെ എംപ്ലോയേഴ്സ് CCTVക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും തകരാറുകളും ഉള്ളതായിട്ട് അറിയില്ല, വർക്കിംഗ് ആണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ CCTV ഫുട്ടേജ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. പോലീസിന് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ക്ലാരിറ്റി ഇല്ല. അതിനുശേഷം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിലവിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളോ മതസംഘടനകളോ മുന്നോട്ട് വരാതിരുന്ന സാഹചര്യത്തിൽ ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും സംഭവ സ്ഥലത്ത് വന്ന് നിജസ്ഥിതി അന്വേഷിച്ച് ബോധ്യപ്പെട്ട ശേഷം എല്ലാവിധ നിയമ സഹായങ്ങളും സപ്പോർട്ടും മാനസിക പിന്തുണയും നൽകുകയും ചെയ്തു. ആ സംഘടനയുടെ ഭാരവാഹികളായ സ്റ്റേറ്റ് പ്രസിഡന്റ് ദുര്യോധനൻ സാർ, ഡിസ്ട്രിക്ട് സെക്രട്ടറി റഷീദ് സാർ, ഹസൻ സാർ, നൌഷാദ് സാർ, നന്ദകിഷോർ സാർ എന്നിവർ കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിന് ഒരു ഗൈഡൻസ് തരികയും അവരുടെ തന്നെ ഗ്ലോബലിൻ്റെ തന്നെ അഡ്വക്കേറ്റായ VS ബാലസുബ്രഹ്മണ്യം സാർ, ബാലാജി സാർ ഞങ്ങൾക്ക് നിയമ നടപടികൾക്കുള്ള സഹായങ്ങൾ തരികയും ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾക്കൊപ്പം, അദ്ദേഹം ഹൈക്കോർട്ടിലെ ഒരു വളരെ തിരക്കുള്ള അഡ്വക്കേറ്റ് ആണ്, എന്നിരുന്നാൽ കൂടിയും ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾക്കൊപ്പം ധൈര്യം തരാനും അഡ്വൈസ് തരാനും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള നടപടിയിൽ ആരെയൊക്കെ കാണണോ അവരെയൊക്കെ പോയി കാണുന്നതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ DYSP ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയും അവിടെയുള്ള റെസ്പെക്റ്റഡ് IPS അച്യുത് അശോക് സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ മൊഴി എടുക്കുകയും കാര്യങ്ങൾ വിശദമായി പഠിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു. നിജസ്ഥിതി ബോധ്യപ്പെട്ടതിന് ശേഷം സെക്ഷൻ 308, 354 എന്നിവ ചേർത്തുകൊണ്ട് FIR ഓൾട്ടർ ചെയ്യുകയും ഇതിൻ്റെ മഹസർ കംപ്ലീറ്റ് ചെയ്യുകയും എല്ലാവരുടെയും മകൻ്റെയും ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ദൃക്സാക്ഷികളുടെയും സാക്ഷിമൊഴികൾ അടയാളപ്പെടുത്തുകയും അത് കോടതിയിലേക്ക് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ സംഭവം നടക്കുന്നതിനിടയിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി ആ ചാനലിൻ്റെ പേര് ഞാനിവിടെ ഉച്ചരിക്കുന്നില്ല,
അത്തരത്തിലുള്ള ലോക്കൽ ചാനൽ ഒരു എത്തിക്കൽ മാനേഴ്സും കീപ്പ് ചെയ്യാതെ, കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ എനിക്കും എൻ്റെ കുടുംബത്തിനുമെതിരെ അപകീർത്തികരമായിട്ടുള്ള വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ആയതിനെ തുടർന്ന് BNS ആക്ട് ആഡ് ചെയ്യേണ്ട സെക്ഷൻ പ്രകാരം ആഡ് ചെയ്തുകൊണ്ട് ആ ചാനലിനെതിരെയും ഇപ്പറഞ്ഞ രാഹുലിനെതിരെയും സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും തുടർന്ന് കോടതിയെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പ്രതി എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ സംഭവം നടന്ന 25-ാം തീയതി ഹൈക്കോർട്ടിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ദിവസം തന്നെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കോടതി ഫയലിൽ എടുക്കുകയും, എന്നാൽ നിലവിലുള്ള സ്ഥിതിയിൽ ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യേണ്ട യാതൊന്നും തന്നെ FIR ഉണ്ടാകാതിരിക്കുകയും അദ്ദേഹം സെഷൻസ് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാതെ ഡയറക്റ്റ്ലി ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തത് വഴി ഒരു ഹയറാർക്കി കീപ്പ് ചെയ്യാതിരുന്നതിനാലും അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ആ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ 2 വീക്സ് അദ്ദേഹത്തെ അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ക്ലോസ് ഇട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് സെഷൻസ് കോർട്ടിൽ അപ്ലൈ ചെയ്യാൻ. അതിൻ്റെ കാലാവധി 2-3 ദിവസത്തിനുള്ളിൽ കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ വണ്ടി പിടിച്ചെടുക്കുമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ ഞങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ആക്രമണത്തിൽ അതിൻ്റെ താഴിൽ വന്നിട്ടുള്ള കമൻറ്റുകളും ഈ രാഹുലിൻ്റെ ആരോപണ പ്രകാരവും ചില ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഒരു സ്ത്രീ സമൂഹത്തിൽ വന്ന് പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ അവരെ തളർത്താൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആയുധം അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ അത്യാവശ്യം ബോൾഡായ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന എനിക്ക് എൻ്റെ ഒരു ബോഡി എക്സ്പോഷർ ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിലൊരു ക്യാരക്ടർ അസാസിനേഷൻ നടത്താനോ ഒരു പോസിബിലിറ്റീസും കിട്ടാത്തതിനാൽ ഞാൻ 4-5 കേസുകളിലെ പ്രതിയാണെന്നും റിമാൻഡിൽ കിടന്നിട്ടുണ്ടെന്നും അരുവിക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തോടുകൂടി നാട് കടത്തപ്പെട്ടതാണെന്നും ആരോപിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ ഉള്ള പ്രസ് മീറ്റിലും പറഞ്ഞിരുന്നു, ഞാൻ ഖത്തറിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. തിരിച്ച് കൊറോണയ്ക്ക് ശേഷം വന്നതിനെ തുടർന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ട്രൈ ചെയ്യാതിരിക്കുകയും ഇവിടെ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നടത്തിക്കൊണ്ട് പോവുകയാണെന്നും. ഇവിടെ അറസ്റ്റിലാവുകയോ റിമാൻഡിലാകുകയോ ചെയ്ത ഒരാൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത്, ഈ പറഞ്ഞ അരുവിക്കര ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭാഗമായ ഒരു പഞ്ചായത്താണെന്നുള്ളതും അവിടെ നിന്ന് ഒരാളെ നാട് കടത്തപ്പെടാൻ ഉള്ള സാഹചര്യം നിലവിലില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അരുവിക്കര ഗ്രാമപഞ്ചായത്തുമായിട്ട് എനിക്കുള്ള ബന്ധം അവിടെ ഒരു ഡാം ഉണ്ടെന്നും അത് കാണാൻ ചെറിയ ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. എൻ്റെ നേറ്റീവ് പ്ലേസ് വട്ടിയൂർക്കാവാണ്. അവിടെയാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തതും അവിടെയുള്ള ഓഡിയോ വിഷ്വൽ റിപ്രോഗ്രാഫിക് സെൻറ്റർ എന്ന ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്തിട്ടുള്ളതും. ആ ഭാഗത്ത് ഒരു പക്ഷേ അന്വേഷിച്ചാൽ എൻ്റെയോ എൻ്റെ ഫാമിലിയുടെ ഹിസ്റ്ററി എടുക്കാവുന്നതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ മകൻ കഞ്ചാവ് വിൽപ്പന കേസിൽ പോയിട്ടുള്ള വ്യക്തിയാണെന്നും ഇപ്പോൾ ഉള്ള പൊതുവെ പറയുന്ന ഒരു കണ്ണാപ്പി തരത്തിലുള്ള വാക്കുകളൊക്കെ വെച്ച് അവൻ്റെ പ്രൊഫൈൽ പിക്കിനുള്ള പിക്ചറുകൾ എടുത്ത് അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോസ് പ്രചരിക്കുന്നുണ്ട്. ഈ സംഭവങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മാസത്തിൽ ദേശാഭിമാനി, മാതൃഭൂമി, കേരള കൗമുദി തുടങ്ങിയ പത്രങ്ങളിലെല്ലാം തന്നെ ഈ വർഷത്തെ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ ഉയർന്ന മാർക്ക് നേടിയതിന് ഫുൾ A+ നേടിയതിനും ഈ കുട്ടിയുടെ ഫോട്ടോ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യ വർഷത്തെ സ്റ്റേറ്റ് ലെവൽ കലാ കോമ്പറ്റീഷനും കായിക കോമ്പറ്റീഷനും സെക്കൻഡ് ലെവല് സെക്യൂർ ചെയ്തിട്ടുള്ളതിനെ സംബന്ധിച്ചും ഈ കുട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുള്ളതാണ്. പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുകയും അവൻ്റെ എഞ്ചിനീയറിംഗ് പഠനത്തിൻ്റെ തിരക്കിനോടൊപ്പം തന്നെ കുടുംബത്തെ സഹായിക്കാൻ ഒരു മനസ്സുള്ള ആ ഒരു കുട്ടിയെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കുകയും പിന്നെ അവൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇമാതിരി ഒരു ആരോപണങ്ങൾ പുറപ്പെടുവിക്കുന്നതും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിനും അപ്പുറമായതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധി വന്നാലും ഈ ഒരു കേസിൽ നിന്ന് പിന്നോട്ട് പോകുന്നതല്ല. ആ കുട്ടിക്കെതിരെ കൊടുത്ത ആരോപണത്തിനും എൻ്റെ കുടുംബത്തിനെതിരെ കൊടുത്ത അപകീർത്തികരമായ ആരോപണത്തിനുമെതിരെ ഞങ്ങൾ കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതാണ്.
നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പറഞ്ഞ രാഹുൽ സെഷൻസ് കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ക്ലിയർ അല്ല. എന്നിരുന്നാലും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നായാലും നമുക്ക് സപ്പോർട്ട് തന്ന ഈ ഗ്ലോബൽ എന്ന സംഘടനയുടെ ഭാഗത്ത് നിന്നായിരുന്നാലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ പുള്ളിയുടെ വണ്ടി പിടിച്ചെടുക്കുമെന്നും അറസ്റ്റിലേക്ക് പോകുമെന്നും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ കേസ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥനായ സലീൽ സർ, അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സമാധാനം തരുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ഞങ്ങൾ ആരോപിച്ച ഞങ്ങളെ ഇത്രയും എൻ്റെ കുട്ടികളെയും ഈ കുടുംബത്തിനെയും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എക്സ്പോസ് ചെയ്യാനും അതിന് പ്രത്യാരോപണങ്ങൾ നേരിടാനുമുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ച രാജേഷ് MS എന്ന് പറയുന്ന കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പണിഷ്മെന്റ് ട്രാൻസ്ഫർ വഴി തൃശ്ശൂരിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ട് ഏതാനും ദിവസങ്ങളെ ആകുന്നുള്ളൂ എന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ച ഈ രാജേഷ് MS-നെതിരെയും കൃത്യമായ നടപടികൾ എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനെല്ലാം ഉപരി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സങ്കടത്തിലും വിഷമത്തിലും അല്ലെങ്കിൽ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിലും ഒപ്പം നിന്ന് പിന്തുണ നൽകിയ ആ ഒരു വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യുന്നതിലൂടെ അത് എത്തേണ്ടടുത്ത് എത്തിച്ചു തന്ന നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഞാൻ അന്ന് ആവശ്യപ്പെട്ടത്, എൻ്റെ ഉദ്ദേശം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. എനിക്ക് വേണ്ടത് സാമ്പത്തിക സഹായമല്ല, എനിക്ക് വേണ്ടത് ന്യായമായ നിയമ നടപടികൾ എടുക്കാനുള്ള സഹായമാണ്. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മനസാക്ഷിയുള്ള ഓരോ മലയാളിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവശ്യപ്പെട്ടത്. അത് നിങ്ങൾ എനിക്ക് നടത്തി തന്നു. അതിന് ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി. നമസ്കാരം.